മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് JRPയുടെ അതായത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് CK ജാനു കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ UDFന്റെ അസോസിയേറ്റ് മെമ്പറാണ് CK ജാനു. CK ജാനു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നേരത്തെ സീറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്താ ഇപ്പോൾ? നമ്മൾ ഇപ്പോൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശരിക്കും UDFനോടൊപ്പം അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ നമ്മളെ അവർ പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയാണ് ഒരുമിച്ച് പരിഗണിക്കുന്നത്. PB അൻവറിൻ്റെ പാർട്ടിയെയും ഞങ്ങളുടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെയും ഒരുമിച്ച് പരിഗണിക്കുകയും PB അൻവറിന് അവർ സീറ്റ് നൽകിയിട്ടുണ്ട്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ 2 സീറ്റാണ് അവരോട് ആവശ്യപ്പെട്ടത്. ഒന്ന് മാനന്തവാടി സീറ്റും 2 ബാലുശ്ശേരി സീറ്റുമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ 2 സീറ്റിൻ്റെയും പ്രഖ്യാപനം വന്നു. 2 സീറ്റിൻ്റെയും പ്രഖ്യാപനം വന്നപ്പോൾ 2 സീറ്റിലും ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ ശരിക്കും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു മുന്നണി സമവാക്യത്തിനകത്ത് ആളുകൾ വരുന്നത് ഇത്തരം മത്സരരംഗത്തും മറ്റു കാര്യങ്ങളിലൊക്കെ അവരുടെയും കൂടെ പങ്കാളിത്തം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് ശരിക്കും വരുന്നത്, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ശരിക്കും നമ്മളെ അവർ പരിഗണിക്കേണ്ടതായിരുന്നു. അപ്പോൾ അവർ പരിഗണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നൊന്നും നമുക്കറിയില്ല. അത് നമ്മളോട് ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങളെ പരിഗണിക്കാത്തതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊന്നും നമ്മളോട് ഇതുവരെയും അവർ സംസാരിക്കുകയോ പറയുകയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ CK ജാനുവിനെ മാനന്തവാടിയിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആദ്യം വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒന്നാമത് ഈ മാനന്തവാടി മേഖലയിലുള്ള ആദിവാസി മേഖലകളിൽ വലിയ സ്വാധീനമുള്ള ആളാണ് CK ജാനു. CK ജാനുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അവഗണന ഉണ്ടായോ UDFൻ്റെ ഭാഗത്ത് നിന്ന്? ഇല്ല, ഇവിടെ ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനമാണല്ലോ ശരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു അവഗണനയുടെ ഭാഗമാണ് ശരിക്കും. നേരത്തെ ജാനു ചേച്ചി പറഞ്ഞത് കത്ത് നൽകി എന്നാണ് പറഞ്ഞത്. ഇന്നലെ പത്രസമ്മേളനത്തിൽ വയനാട്ടിലെ DCC പ്രസിഡന്റ് പറഞ്ഞത് അത്തരം ഒരു അറിവില്ല, തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, CK ജാനു അങ്ങനെ ഒരു കത്ത് കൊടുത്തതിനെ പറ്റിയുള്ള ഒരു വിവരമില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. നമ്മൾ കൃത്യമായിട്ട് കത്ത് JRPയുടെ ലെറ്റർ പേഡിൽ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട്. അത് UDFൻ്റെ ഏകദേശം എല്ലാ നേതാക്കന്മാരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ മാത്രമല്ല, ഏകദേശം UDFൻ്റെ എല്ലാ നേതാക്കന്മാരുടെ കയ്യിലും കത്ത് കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും അടുത്ത നീക്കം? മുന്നണി മാറ്റത്തിലേക്കൊക്കെ പോവുമോ? അടുത്തത് JRPയുടെ മീറ്റിംഗ് ഇപ്പോൾ 22-ാം തീയതി വീണ്ടും കൂടാനിരിക്കുകയാണ്. 22-ാം തീയതി മീറ്റിംഗ് കൂടിയിട്ട് JRP പാർട്ടിയുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഒരു നിലപാട് ഞങ്ങൾ എന്തായാലും സ്വീകരിക്കും. ജാനുചി മത്സരിക്കുകയായിരുന്നെങ്കിൽ മാനന്തവാടി പിടിക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യത? ഒരു തീരുമാനം ഇപ്പോൾ ഈ പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. പാർട്ടി കൂടിയിട്ട് പാർട്ടി എന്താണോ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഒരു നിലപാടേ സ്വീകരിക്കുള്ളൂ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അന്ന് ആ ചർച്ചയുടെ ഭാഗമായിട്ട് തീരുമാനിക്കാനേ പറ്റൂ. അത് എങ്ങനെയാണെന്നൊന്നും ഇപ്പോൾ പറയുന്നേ ഇല്ല. മീറ്റിംഗ് കൂടിയിട്ട് മീറ്റിങ്ങിൽ ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് നിലപാടെടുക്കും. സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ എന്താ പറയാനുള്ളത്? സ്ഥാനാർത്ഥിയായിട്ട് ശരിക്കും പരിഗണിക്കേണ്ടതായിരുന്നു. അതിന് പരിഗണിക്കാത്തത് എന്താ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരാണല്ലോ പറയേണ്ടത്. ഇവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് പരിഗണിക്കേണ്ടതെന്ന് UDF പറയേണ്ടത്, നമ്മളല്ല പറയുന്നത്. വൈകിട്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായത്. അതിനുശേഷം നേതാക്കളൊന്നും ബന്ധപ്പെട്ടില്ലേ? ഒരാളും നമ്മളുമായിട്ട് ബന്ധപ്പെടുവോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് ആർക്കാണ് കത്ത് നൽകിയത്? ആരാണെന്ന് പറഞ്ഞത് പരിഗണിക്കാം, സീറ്റ് നൽകാമെന്ന്? ഇല്ല, സംസ്ഥാന നേതൃത്വത്തിൽ കത്ത് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ചർച്ചയിൽ വെക്കാം എന്നാണ് പറയുന്നത് എല്ലാവരും. ഇപ്പോൾ ശരിക്കും പ്രതിപക്ഷ നേതാവിന് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. KPCC പ്രസിഡൻറ്റിന് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. KC വേണുഗോപാൽ സാറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ കത്ത്. അവരുടെയൊക്കെ കയ്യിൽ കത്തുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അവരാരും ബന്ധപ്പെട്ടില്ല? ഇല്ല, ഒരാളും ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ 22-ന് മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. വരുന്ന 22-ാം തീയതി JRPയുടെ യോഗമുണ്ട്. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും
യോഗം ചേർന്നതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക എന്നാണ് JRPയുടെ നേതാവ് CK ജാനു ഇപ്പോൾ റിപ്പോർട്ടർ TVയോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.